ഓക്കെ, നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ദേശീയ പട്ടികവർഗ കമ്മീഷനെ പറ്റിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വന്നിട്ട് പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് പഠിച്ചിട്ട് ഇത് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി എളുപ്പമുണ്ട്. അപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷനും ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അതും ഒരു കോസി ജുഡീഷ്യൽ സ്ഥാപനമാണ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ദേശീയ പട്ടികവർഗ കമ്മീഷനും എന്താണ്, ദേശീയ പട്ടികജാതി കമ്മീഷൻ പോലെ തന്നെ ഒരു ഭരണഘടനാ സ്ഥാപനവും ഒരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനവുമാണ്. പിന്നെ ആർട്ടിക്കിൾ 338A ആണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 338A ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 338 എന്ന് പറയുന്ന ജാതി കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നതും ആർട്ടിക്കിൾ 338A എന്ന് പറയുന്നത് പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ടതുമാണ്. ഇനി ആർട്ടിക്കിൾ 338A നമുക്കറിയാം 2003 81 ഭരണഘടനാ ഭേദഗതിയിലാണ് ആർട്ടിക്കിൾ 338നെ 338 338A ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 338 പട്ടികജാതി കമ്മീഷനെ പറ്റിയിട്ട് 338A വന്നിട്ട് പട്ടികവർഗ കമ്മീഷൻ എന്നാണ്. അപ്പോൾ ഓർത്തിരിക്കണം, 2003 81 ഭരണഘടനാ ഭേദഗതി, 2003 89 ഭരണഘടനാ ഭേദഗതി, 2003 89 ഭരണഘടനാ ഭേദഗതി ഓർത്തിരിക്കുക. അപ്പോൾ അതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 2004 ഫെബ്രുവരി 19. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 19. അതിൻ്റെ ആസ്ഥാനം ലോക്നായക് ഭവനാണ്. ഇനി ഓർക്കേണ്ട പോയിന്റ്, പട്ടികജാതി വർഗ കമ്മീഷൻ വന്നിട്ട് സാമൂഹ്യനീതി വകുപ്പിൻ്റെ അണ്ടറിലായിരുന്നു. പട്ടികവർഗം വന്നിട്ട് ഗോത്രകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലാണെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷൻ വന്നിട്ട് പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഗോത്രകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ അംഗസംഖ്യ 1+4 മൊത്തം 5 പേരുണ്ട്. അതിൽ 5 പേരിൽ ഒരാൾ ചെയർമാനും ഒരാൾ വൈസ് ചെയർമാനും ബാക്കി 3 അംഗങ്ങളായിരിക്കും. അപ്പം ജാതി പോലെ തന്നെ പട്ടികവർഗത്തിലും 1+4 ആയിട്ടാണ് വരുന്നത്. ഇനി അടുത്ത ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, ഒരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 338A ആണ്. അങ്ങനെ ഒരു 338A ആർട്ടിക്കിൾ വരാൻ കാരണം 2003 89 ഭരണഘടനാ ഭേദഗതി ആണെന്നും 2004 ഫെബ്രുവരി 19 നിലവിൽ വന്നതെന്നും ലോക്നായക് ഭവനാണ് ആസ്ഥാനമെന്നും 5 മെമ്പേഴ്സാണുള്ളതും ഗോത്രകാര്യ മന്ത്രാലയത്തിൻ്റെ അണ്ടറിലാണെന്നും കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെ തന്നെയാണ് അംഗസംഖ്യയും അംഗങ്ങളുടെ യോഗ്യതയും രാഷ്ട്രപതിക്ക് തീരുമാനിക്കാം. ദേശീയ പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. അംഗങ്ങളുടെ രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ്. അംഗങ്ങളെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ് ഓർത്തിരിക്കാം. ഇനി ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കാലാവധി എന്താണ്? 3 വർഷം തന്നെയാണ്. 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഒരാളെ പുനർനിയമനം സാധിക്കുകയില്ല. ഇനി ഇതിന്റെ ആദ്യ ചെയർമാൻ കൺവർ സിംഗ് ആണ്. അപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കൺവർ സിംഗ് ആണ് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? അത് വന്നിട്ടായിരുന്നു സൂരജ് ഭാൻ അല്ലേ? കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് വന്നിട്ട് ദേശീയ പട്ടികവർഗ കമ്മീഷൻ നമുക്ക് 2ാമത് ചെയർമാനായ വ്യക്തി ഊർമിള സിംഗ് ആണ്. അത് എടുത്ത് പറയാൻ കാരണം ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാനായ ആദ്യ വനിതയും ആര് തന്നെയാണ്? ഊർമിള സിംഗ് ആണ്. അപ്പോൾ ആദ്യത്തെ ചെയർമാൻ വന്നിട്ട് കൺവർ സിംഗ് ആണ്, ആദ്യത്തെ വനിതയും 2ാമത്തെ ചെയർമാൻ ഊർമിള സിംഗ് ആണ്. ഇനി അടുത്തത് 2 തവണ ആയിട്ടുള്ള വ്യക്തി രാമേശ്വർ ഓറോൺ ആണ്. നിലവിലെയും അതുപോലെ തന്നെ 7ാമത്തെ ചെയർമാൻ അത് അന്തർ സിംഗ് ആര്യാണെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ്, ആദ്യ ചെയർമാൻ കൺവർ സിംഗ് ആണ്, 2004 വന്നിട്ടുണ്ടായിരുന്നത്. 2ാമത്തെയും ആദ്യത്തെ വനിതാ ചെയർമാനും ഊർമിള സിംഗ് ആയിരുന്നു. 2 തവണ ചെയർമാൻ ആയിട്ടുള്ള വ്യക്തി രാമേശ്വർ ഓറോൺ ആണ്. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ നിലവിലെ ചെയർമാനും 7ാമത്തെ ചെയർമാനും അത് അന്തർ സിംഗ് ആര്യാണെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പം കൺവർ സിംഗ് ഉണ്ടായിരുന്നു 2004 മുതൽ 2007 വരെ കൺവർ സിംഗ് ആയിരുന്നു. പിന്നീട് 2007 മുതൽ 2019 വരെ ഊർമിള സിംഗ് ആയിരുന്നു. രാമേശ്വർ ഓറോൺ വന്നിട്ടുണ്ടായിരുന്നു. നന്ദകുമാർ സായിയും ഹർഷ ചൗഹാനും കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ആരായിരുന്നു? അന്തർ സിംഗ് ആര്യാണ് ഉള്ളത്. അന്തർ സിംഗ് ആര്യ 6ാമത്തെ ആണോ? 7 നോക്കിയിരിക്കുന്നു, ക്രോസ് ചെക്ക് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തത് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പ്രവർത്തനങ്ങളാണ്. ഭരണഘടനാ പ്രകാരമോ മറ്റേതെങ്കിലും നിയമം അനുസരിച്ചോ തൽക്കാലം പ്രാബല്യത്തിൽ വരുന്നതോ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഉത്തരവിന് കീഴിലോ നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനും നിരീക്ഷിക്കാനുമാണ് പട്ടികവർഗ കമ്മീഷനുള്ളത്. അതോടൊപ്പം തന്നെ പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണങ്ങളും ഹനിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുന്നതിനും പട്ടികവർഗക്കാരുടെ സാമൂഹ്യ സാമ്പത്തിക
സാമ്പത്തിക വികസനത്തിൻ്റെ ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനും ഉപദേശിക്കുന്നതിനും യൂണിയൻ്റെ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെയും കീഴിലുള്ള അവരുടെ വികസനത്തിൻ്റെ പുരോഗതി വിലയിരുത്തുന്നതിനുമുണ്ട്. വർഷം തോറും സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ രാഷ്ട്രപതിക്ക് സമർപ്പിക്കണം. പട്ടികവർഗക്കാരുടെ സംരക്ഷണം, ക്ഷേമം, സാമൂഹ്യം, സാമ്പത്തികം, വികസനം എന്നിവയ്ക്കായുള്ള നടപടികൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുമുള്ള ശുപാർശകൾ അത്തരം റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുത്തുക. പാർലമെന്റ് നിർമ്മിച്ച ഏതെങ്കിലും നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ചട്ടപ്രകാരം രാഷ്ട്രപതിക്ക് ചെയ്യാവുന്ന പട്ടികവർഗ വിഭാഗങ്ങളുടെ സംരക്ഷണം, ക്ഷേമം, വികസനം, പുരോഗതി എന്നിവയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ നിർവഹിക്കണം. വർഗങ്ങളുടെ സംരക്ഷണം, ക്ഷേമം, വികസനം, പുരോഗതി എന്നിവയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ. വനമേഖലയിലെ താമസിക്കുന്ന പട്ടികവർഗക്കാർക്ക് ചെറിയ വന ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഉടമസ്ഥാവകാശം നൽകുന്നതിനും ഏറ്റെടുക്കുന്ന നടപടികൾ സ്വീകരിക്കുക. നിയമപ്രകാരം ധാതു വിഭവങ്ങളിൽ ജലസ്രോതസ്സുകൾ മുതലായവയിൽ ആദിവാസി സമൂഹങ്ങളെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ആദിവാസികളുടെ വികസനത്തിനും ഉപജീവനത്തിനും മായിട്ടുള്ള പ്രവർത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. വികസന ആദിവാസി വിഭാഗങ്ങളുടെ ദുരിതാശ്വാസ പുനരധിവാസ നടപടികളുടെ കാര്യക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനുമായി നടപടികൾ സ്വീകരിക്കുക. ആദിവാസികൾ ഭൂമിയിൽ നിന്നും അന്യവൽക്കരിക്കപ്പെടുന്ന തടയുന്നതിനും അന്യവൽക്കരണം ഇതിനകം നടത്തിയിട്ടുള്ള അത്തരം ആളുകളെ ഫലപ്രദമായി പുനരധിവസിപ്പിക്കുന്നതിനുമായുള്ള നടപടികൾ സ്വീകരിക്കുക. വനങ്ങൾ സംരക്ഷിക്കുന്നതിനും സാമൂഹ്യ വനവൽക്കരണം ഏറ്റെടുക്കുന്നതിനും ആദിവാസി സമൂഹങ്ങളുടെ പരമാവധി സഹകരണവും പങ്കാളിത്തവും നേടുന്നതിനുമുള്ള നടപടി സ്വീകരിക്കുക. ഇതൊന്ന് വായിച്ചറിഞ്ഞ് മനസ്സിലാക്കുക. ചിലപ്പോൾ മറ്റേ സ്റ്റേറ്റ്മെൻറ്റായിട്ട് വല്ലതും വന്നാലും. ഇനി കുറച്ച് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങൾ അറിഞ്ഞിരിക്കണേ. വേറൊന്നുമല്ല, അനുച്ഛേദം 338 ആര് പറയുന്നു? ദേശീയ പട്ടികജാതി കമ്മീഷനെ പറ്റി പറയുന്നു. 338A വന്നിട്ട് ദേശീയ പട്ടികവർഗ കമ്മീഷനെ പറ്റിയിട്ടും അനുച്ഛേദം 338B വന്നിട്ട് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ പറ്റിയിട്ടും ഇന്ന് നമ്മൾ പറഞ്ഞിട്ട് സംയുക്തമായിട്ട് അതെനിക്ക് തോന്നുന്നു 1990 65 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ കമ്മീഷനെ സംയുക്തമായിട്ട് മറ്റേ ആദ്യം അത് പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ ഭരണഘടനാ പദവി ലഭിച്ചതൊക്കെ 1990 65 ഭരണഘടനാ ഭേദഗതിക്കും അതോടൊപ്പം അതിൽ നിലവിൽ വന്നതാണ് 1992 എന്ന് പറയുന്നത്. പിന്നെയാണ് 2003 ഭരണഘടനാ ഭേദഗതി പ്രകാരം 89 ഭരണഘടനാ ഭേദഗതി പ്രകാരം പട്ടികജാതി കമ്മീഷനായിട്ടും ദേശീയ പട്ടികവർഗ കമ്മീഷനായിട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെ ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന 2004 ഓർത്തിരിക്കുക. ഇനി കേരള സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വന്ന 2007 ഓർത്തിരിക്കുക. പിന്നാക്ക വിഭാഗ കമ്മീഷൻ 1993 ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ 1978 സംസ്ഥാനത്ത് വന്ന 2014 കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2007 കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2007 ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ 1993 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ 1978 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ദേശീയ പിന്നാക്ക കമ്മീഷൻ എപ്പോഴായിരുന്നു? പിന്നാക്ക വിഭാഗ കമ്മീഷൻ 1993 ദേശീയ സംയുക്തമായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2014 കൂടി ഓർത്തിരിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദേശീയ പട്ടികജാതി കമ്മീഷനെ പറ്റിയാണ്, ദേശീയ പട്ടികവർഗ കമ്മീഷനെ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് കേട്ടു നോക്കുക, അല്ലെങ്കിൽ മറന്നു. ഈ രണ്ടും സെറ്റല്ലേ?